ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആക്ച്വലി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് ഒരു ഫയൽ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസ് എന്താണെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളും, പിന്നെ പ്രിൻറ്റ് ഫംഗ്ഷൻ, ഇൻപുട്ട് ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ അതായത് ആദ്യം തന്നെ വേരിയബിൾസിലേക്ക് കിടക്കാം. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പിൽ വെള്ളം കുടിക്കാമെന്നിരിക്കട്ടെ. അപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളം ഡേറ്റയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കപ്പാണ് അതിൻ്റെ കണ്ടെയ്നർ. അപ്പോൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേറ്റയെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താ പറയുക കണ്ടെയ്നറുകളാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ലാംഗ്വേജസിൽ നമ്മൾ വേരിയബിൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏത് ടൈപ്പ് ഡേറ്റയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളൊരു പൈത്തണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും, ജസ്റ്റ് ഒരു പേര് മാത്രം കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് വേണ്ടി കൊടുക്കാം. കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, എ ഈസ് ഈക്വൽ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേരിയബിളാണ്. എ എന്നൊരു വേരിയബിളിനകത്തേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ പക്ഷേ പേര് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കണം. അതായത് നമുക്കിപ്പോൾ പല രീതിയിൽ പേര് കൊടുക്കാം. ഒന്ന് നമ്മൾ പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്പർ എന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിത് ഇങ്ങനെ FIRST സ്പേസ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇത് ആക്ച്വലി ഇങ്ങനെ വേരിയബിൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ സ്പേസ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളെന്താ ഒന്നുകിൽ അണ്ടർസ്കോർ ഉപയോഗിക്കുക, പിന്നെ ഹൈഫൻ ഉപയോഗിക്കാൻ പാടില്ല, അണ്ടർസ്കോർ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് നമ്പറുകൾ യൂസ് ചെയ്യാം, പക്ഷേ സ്റ്റാർട്ടിങ് ഒരിക്കലും ഒരു നമ്പറിലാവരുത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നെയിമിംഗ് കൺവെൻഷൻസ് ഫോർ വേരിയബിൾസ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ പൈത്തൺ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് വേറൊരു കാര്യം ചെയ്യും. പിന്നെ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി പൈത്തണിൽ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കീവേഡ്സ് ഒരിക്കലും നമുക്കൊരു എന്താ വേരിയബിൾസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ, നമ്മളിപ്പോൾ ലൂപ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഫോർ എന്ന് പറഞ്ഞ ഒരു സംഭവം പഠിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫോർ എന്ന് പറഞ്ഞൊരു കീവേഡാണ്. അപ്പോൾ പിന്നെ അത്രയും കീവേഡ്സ് ഒന്നും ഒരിക്കലും നെയിമിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് കീവേഡ്സും കൂടി ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡേറ്റ ടൈപ്സ്, ബേസിക് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണ് പൈത്തണിൽ യൂസ് ചെയ്യുന്നതെന്നാണ്. ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എ ഈസ് ഈക്വൽ 10 എന്ന് പറഞ്ഞ് നമ്മളിവിടെ എ ഈസ് ഈക്വൽ 10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 എന്ന് പറഞ്ഞത് ഒരു നമ്പറാണെന്ന് അറിയാം. പക്ഷേ ബേസിക്കലി നമ്മൾ പൈത്തണിൽ നമ്പറിൻ്റെ കാര്യം പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് ഇൻറ്റീജർ വാല്യൂസ് പറയുന്നുണ്ട്, ഫ്ലോട്ടിംഗ് വാല്യൂസ് പറയുന്നുണ്ട്, പിന്നെ വേറെ ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്ന നമ്പറിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ പിന്നെ എ ഈസ് ഈക്വൽ 10 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഒന്നും ഇല്ലാത്ത ഒരു വാല്യൂവിനാണ് ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആണ്. ഫ്ലോട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് വാല്യൂസ് വരുന്നത്. എക്സാമ്പിൾ ബി എന്നൊരു വേരിയബിൾ കൊടുത്തു, അതിൻ്റെ വാല്യൂ നമുക്കൊരു കാര്യം ചെയ്യാം 5.1 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അതൊരു ഫ്ലോട്ട് വാല്യൂ ആണ്. ഫ്ലോട്ട് വാല്യൂ ആയിട്ടാണ് ബിയിലെ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്കൊരു സ്ട്രിങ് വരുന്നുണ്ട്. സ്ട്രിങ് എന്ന് പറയുന്ന സമയത്ത് സ്ട്രിങ്ങും ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്ത് വേണമല്ല, ഒരു സിംഗിൾ കോട്സിനുള്ളിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമ്പേഴ്സ് കൊടുക്കാമെന്ന് ഇരിക്കട്ടെ, 1 2 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്താലോ അതിപ്പോൾ ഒരു ഇൻറ്റീജർ ആയിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്, പകരം ഒരു സ്ട്രിങ് ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഈ സിംഗിൾ കോട്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഡബിൾ കോട്സ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി വേരിയബിൾസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ 2 നമ്പർ ഇവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 2 നമ്പറിൻ്റെ ഒരു സം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സി എന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. സി ഈസ് ഈക്വൽ ടു A + B. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ സി എന്ന വാല്യൂയിലേക്ക് ആ എയും ബിയും കൂടി സം ചെയ്തിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാല്യൂ നമുക്കിവിടെ ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. നമുക്കത് എന്താ പറയുക, ഓക്കെ നമ്മൾ ഈ വാല്യൂ ഇവിടെ ഇരുന്നിട്ട് മാത്രം കാര്യമില്ല, നമുക്കതൊന്ന് പ്രിന്റ് ചെയ്ത് കാണണം. ഓക്കെ, പ്രിന്റ് ചെയ്യാനും കൂടി പഠിക്കണം. ഓക്കെ, പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ടെർമിനൽ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ. അതിൽ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു ടെർമിനൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ടെർമിനൽ വരുമ്പോൾ അതേ നമ്മളിപ്പോൾ കറണ്ട് ഏത് ഡയറക്ടറിയാണ് അല്ലെങ്കിൽ പിന്നെ ഫോൾഡറാണ് ഓപ്പൺ ആക്കിയേക്കണേ, ആ ഒരു ഫോൾഡറിലായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ ഒരു കമാൻഡ് ഓർത്തിരിക്കുക റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പൈത്തൺ സ്പേസ് ഫയലിൻ്റെ പേര് മെയിൻ എന്നാണ് ഇവിടെ ഫയലിൻ്റെ പേര്, main.py, എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ആക്ച്വലി ഇവിടെ ഒന്നും തന്നെ വന്നിട്ടില്ല. ജസ്റ്റ് നമ്മളിവിടെ ഈ കമാൻഡ് അടിച്ചു, അത് കഴിഞ്ഞ് എൻ്റർ അടിച്ചു, വേറെ ഒന്നും തന്നെ വന്നിട്ടില്ല. കാര്യം ഇത് പ്രിന്റ് ചെയ്തിട്ടില്ല. കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിന് മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്ന റാമിൽ സ്റ്റോർ ആയിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നത് വേറെ ഒന്നുമില്ല, പ്രിന്റ് എന്ന് പറഞ്ഞൊരു
ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലുള്ള, അതായത് ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വേർഡ് അതിനോടൊപ്പം തന്നെ ഓപ്പണിംഗ് ക്ലോസിംഗ് ആയ ബ്രാക്കറ്റ്സ്, ആ ബ്രാക്കറ്റ്സിനുള്ള ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. അതിനാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പൈത്തണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിന്റിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യണം. എന്നതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, ആ വാല്യൂ നമുക്ക് പാസ് ചെയ്യണം. അതിനാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് വേണ്ടത് സി എന്ന ഇതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു. നമ്മൾ ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യണമെങ്കിൽ പൈത്തൺ സ്പേസ് main.py main.py എൻ്റർ അടിച്ചു. ഓക്കെ, നമുക്കിവിടെ നോക്കാം 15.1 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ ഇവിടെ വേണമെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് ഇപ്പോൾ വേറെ എന്താ ഹലോ വേൾഡ് എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ മറക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മിക്കവാറും ഓട്ടോ സേവ് ഓൺ ആയിരിക്കും, പക്ഷെ ഞാൻ ഓട്ടോ സേവ് ഓഫ് ആക്കി വെച്ചുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. main.py. ഓക്കെ, അപ്പോൾ ഹലോ വേൾഡ് എന്നാണ് പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അത്രയേ ഉള്ളൂ പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി സ്ട്രിങ് ആണ്, സ്ട്രിങ് ടൈപ്പ് ഡാറ്റയാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്തത്. ഹലോ വേൾഡ് എന്നൊരു സ്ട്രിങ് ടൈപ്പ് ഡാറ്റയാണ്. അതിനോടൊപ്പം ഒരു നമ്പർ നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സം ഈസ് എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്കിവിടെ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എയും ബിയും കൂടി സം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ചുമ്മാ ഒരു യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാന്നിരിക്കട്ടെ. സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വാല്യൂടെ കൂടി കോമ കൊടുക്കുക. ഓക്കെ, ഒരു കോമ കൊടുത്ത് നമുക്ക് ഒരു ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത് ആ വാല്യൂ അവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് ടൈപ്പും ഒരു നമ്പർ ടൈപ്പും കൂടി കൺകാറ്റിനേറ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു ഒറ്റ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ യൂസ് ചെയ്യുക. അതിനുള്ളിൽ എന്ത് സ്ട്രിങ് ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്, ആ പാസ് ചെയ്ത സ്ട്രിങ് അവിടെ കൊടുക്കുക. അതിനുശേഷം കോമ കൊടുക്കുക, സി കൊടുക്കുക. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വേരിയബിൾ ആണ്, വേരിയബിൾ എന്താണെന്ന് അത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 നമ്പറുകളാണ് ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനും പറ്റും. ഇവിടെ നമുക്ക് അടുത്തത് നോക്കാം. പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് എ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും അവിടെ പ്രിന്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സം സി ഈസ് ഈക്വൽ ടു 15.1 എന്നുള്ള വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്കിവിടെ എന്ത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ പറയുകയാണ് നെയിം ഈസ് ഈക്വൽ ടു എന്താ പറയുക, ഓക്കെ, ഇങ്ങനെ ഒരു പേര് ഞാനവിടെ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, പ്രിന്റ് ചെയ്യാണ്. നമുക്ക് കഴിഞ്ഞ് ഹലോ എന്ന് കൊടുക്കാം. ഹലോ കോമ കൊടുത്തു, ഇപ്പുറത്ത് വേറെ കോമ കൊടുക്കാം, നെയിം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രിന്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇത് നേരത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ വാല്യൂ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വേരിയബിൾസിനെ കുറിച്ച് പറയാനുള്ള ബേസിക് ആയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ പോകെ ഇത് ശരിയായിക്കോളും. പിന്നെ അടുത്തത് ആക്ച്വലി നമ്മളിവിടെ ഒരു ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു നമ്പർ കാര്യം ചെയ്തിരുന്നു. അതായത് സി ഈസ് ഈക്വൽ ടു A+B എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്നു. അതായത് ഒരു കാൽക്കുലേഷൻസ് അവിടെ ചെയ്തു. ആക്ച്വലി നമ്മൾ ഇങ്ങനെയല്ല, ഇപ്പോൾ റെയിൽവേ ആപ്ലിക്കേഷൻ ഒരു 2 നമ്പർ ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം നമ്മൾ എഴുതാന്നിരിക്കട്ടെ. അതൊരിക്കലും നമ്മൾ ഒരു ഇൻബിൽഡ് ആയിട്ട് ഇവിടെ 10, 5.1 എന്നൊക്കെ നമ്മൾ വാല്യൂ ഇവിടെ കൊടുത്തു. അതുപോലെ ഒരു വാല്യൂ നമ്മൾ ഒരിക്കലും പ്രീ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിനോട് ചോദിക്കണം ഏത് നമ്പറാണ് നമുക്ക് വേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസറിൻ്റെ ഇൻപുട്ട് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു വാല്യൂ, അതിപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് സ്ട്രിങ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ പേര് എടുക്കാനായിക്കോട്ടെ, ഒരു നമ്പർ വാങ്ങാനായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു വാല്യൂ യൂസറിൻ്റെ കയ്യിൽ നിന്ന് കമ്പ്യൂട്ടറിന് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാങ്ങുന്ന വാല്യൂ നമുക്കൊരു സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യും. ഓക്കെ, നമ്മളൊരു വേരിയബിൾ നെയിം കൊടുക്കുക. അപ്പോൾ എന്താ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കാം. നമ്പർ 1 എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു, ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതിന് ബ്രാക്കറ്റ്സ് വേണം. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വാല്യൂ എടുക്കും. വാല്യൂ എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കമ്പ്യൂട്ടർ മനസ്സിലാവാൻ വേണ്ടിയല്ല, ഒരു യൂസറിന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പ്രോംപ്റ്റ് വരുള്ളൂ, എന്നതാ ചെയ്യേണ്ടേ എന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മൾ അതിനുള്ളിൽ ഒരു ഹിൻഡ് പോലും കൊടുക്കണം. എന്തിനാണ് ഈ ഒരു ഇൻപുട്ട് അവിടെ വന്നേക്കുന്നത്, എന്ത് ഇൻപുട്ടാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് വേണം. അപ്പോൾ നമുക്കൊരു സിംഗിൾ കോഡ്സ് കൊടുക്കാം. സിംഗിളോ ഡബിളോ കൊടുക്കാം. ഞാൻ സാധാരണ ഡബിളാണ് കൊടുക്കുന്നത്. എൻ്റർ നമ്പർ 1. ഓക്കെ, നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ നമ്പർ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിനകത്ത് എടുത്ത നമ്പർ, അതായത് യൂസർ കൊടുത്ത നമ്പർ num1 എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അതിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം num1 എന്ന് ഇവിടെ കൊടുക്കാം. num1 എന്ന് പറഞ്ഞാൽ കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, num1 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 100 കൊടുക്കുകയാണ്. 100 കൊടുത്ത് എൻ്റർ അടിച്ചു. ഓക്കെ, 100 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നമ്പർ ഒരിക്കലും നമ്പർ ആയിട്ടല്ല സ്റ്റോർ ആയിട്ടുള്ളത്, അതായത് ഒരു സ്ട്രിങ് ആയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ക്യാരക്ടറോ സ്ട്രിങ്ങോ ആയിട്ടാണ് കമ്പ്യൂട്ടർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാണ്ട് ഇപ്പോൾ നമ്മൾ നോക്കാം, അവിടെ num1 കൊടുത്തു, അതുപോലെ num2 കൊടുത്തു. num2 ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 നമ്പറൂടെ കിട്ടിയിട്ടുണ്ട്. സം എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിന് മുമ്പ് സം ഈസ് ഈക്വൽ ടു num1 പ്ലസ് num2. ഓക്കെ, എന്നിട്ട് ആ വാല്യൂ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എന്ന് പറയുമ്പോൾ സം നമ്മൾ പ്രിന്റ് ചെയ്യുക. ഇത്രയുള്ള 2 നമ്പർ എടുത്ത് ആഡ് ചെയ്തു, പ്രിന്റ് ചെയ്തു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ നമ്പർ ഞാൻ 100 കൊടുത്തു. രണ്ടാമത്തെ നമ്പർ ഞാൻ ഒരു 10 കൊടുക്കാം. 10 കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ വന്നേക്കണ വാല്യൂ തെറ്റാണ്. 100ഉം 10ഉം കൂടി ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരു സ്ട്രിങ് വാല്യൂ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സ്ട്രിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുക്കുന്ന വാല്യൂസ് ആണ്. സ്ട്രിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്കിവിടെ ഒരു ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടെയാണ്. ടൈപ്പ് ഓഫ് അല്ല, ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഓപ്പറേറ്റർ അല്ല, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഇങ്ങനെ കൊടുക്കുക, സേവ് ചെയ്യുക, എന്നിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2 വാല്യൂ കൊടുക്കുക. ഓക്കെ, STR ക്ലാസ് STR എന്ന് പറഞ്ഞ് കാണാം. അതായത് നമുക്കൊരു ഡാറ്റ ടൈപ്പിൻ്റെ ഒരു വേരിയബിളിൻ്റെ ഏത് ടൈപ്പ് ഡാറ്റയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്യണം. ഇൻറ്റീജർ ആണോ, ഫ്ലോട്ട് ആണോ, വേറെ എന്തെങ്കിലും ആണോ, സ്ട്രിങ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അത് പ്രിന്റ് ചെയ്ത സമയത്ത് കാണാം STR എന്നാണ് വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 ഇതിൽ നമുക്ക് ഈ സംഭവം സോൾവ് ചെയ്യും. ഒന്ന് നമുക്കിവിടെ ഡാറ്റ എടുക്കുന്ന അവിടെ തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യണടുത്ത് ചെയ്യാം. അത് വേറെ ഒന്നുമില്ല, ചെയ്യേണ്ടത് ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതായത് ഇൻറ്റീജർ വാല്യൂ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യാനാണ്, വേറൊരു വാല്യൂ. ഇപ്പോൾ സ്ട്രിംഗ് ടൈപ്പിനെ അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പിനെയൊക്കെ നമുക്ക് സ്ട്രിംഗ് ടൈപ്പിനെ വേറെ വാല്യൂവിനെ നമുക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമുക്ക് അവിടെ തന്നെ കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഒരു പാരാമീറ്റർ ആക്കി, അതായത് അതിൻ്റെ പുറത്ത് നമ്മൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് സം ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ മെയിൻ ഡോട്ട് പൈ എൻ്റർ അടിച്ചു. ഒന്നാമത്തെ നമ്പർ ഞാൻ 10 കൊടുത്തു. അല്ല, 10 വേണ്ട, നേരത്തെ കൊടുത്ത വാല്യൂ കൊടുക്കുക. 100 കൊടുത്തു, 10 കൊടുത്തു. ഓക്കെ, 110 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വാല്യൂ എടുക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞു, ഇൻപുട്ട് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചു. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് എടുക്കുന്ന വാല്യൂ സ്ട്രിംഗ് ടൈപ്പ് ആയിട്ടാണ് ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ പിന്നെ സ്ട്രിങ്ങിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കൊടുക്കുക. അത് ഇത്രയേ ഉള്ളൂ, ഇൻറ്റീജർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടുമാണ്. പ്രിന്റ് ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ നോക്കി, അതുപോലെ തന്നെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി. പിന്നെ വേറെ ഒരു ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ്, ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫംഗ്ഷൻ നോക്കി. ഏത് ടൈപ്പ് ഡാറ്റയാണ്, ഏത് ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ടൈപ്പ് എന്ന് പറയുന്ന ഡാറ്റ ഒരു ഫംഗ്ഷൻ നോക്കി. പിന്നെ നമ്മളത് കൺവേർട്ട് ചെയ്യാൻ ടൈപ്പ് കാസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു ഡാറ്റ ടൈപ്പിൽ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുന്നതിന് നമ്മൾ ടൈപ്പ് കാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്നൊരു ഒരു വേരിയബിൾ അല്ലല്ലോ, ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തു ആ വാല്യൂവിന്. എന്നിട്ട് അതിൻ്റെ സം കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം.